യോ വാട്ട് ഈസ് അപ്പ് ഗായ്സ്, വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ഡ്യൂക്ക് 250 തന്നെയാണ് വീണ്ടും ഉള്ളത്. അപ്പോൾ നമ്മുടെ ആ സെയിം വണ്ടി തന്നെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. നെഗറ്റീവ്സ് അല്ല, ഡിഫിക്കൽട്ടീസ്. ഓക്കെ, നമുക്ക് ബുദ്ധിമുട്ട് എന്തൊക്കെ നമുക്ക് ഈ ഡ്യൂക്ക് 250 അഭിനയിച്ചിട്ടുണ്ട്, അതാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ആദ്യമായിട്ട് ചെയ്യാണ് തീർച്ചയായിട്ടും ചാനൽ എന്താണ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം. അപ്പോൾ ഒട്ടും താമസിക്കാമല്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗായ്സ്, നമ്മുടെ ഡ്യൂക്ക് 250 2021 എടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ വണ്ടിക്ക് ഒരു മേജർ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വണ്ടിയുടെ ബാക്ക് ബ്രേക്ക് തന്നെയാണ്. ഓക്കെ, ഡുവൽ ചാൻ ABS ആണ്. ബാക്കൊക്കെ നമുക്ക് ഓഫ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. എന്നാൽ നല്ല ബാക്കിൻ്റെ ആ ഒരു എന്താ പറയുക, ബ്രേക്കിന് മാത്രം ചെറിയൊരു ഉഴപ്പെന്നൊരു രീതി നമുക്ക് പലപ്പോഴും നമുക്ക് എന്താ പറയുക കാണാൻ സാധിക്കും. എന്നാൽ നല്ല ഫ്രണ്ട് ബ്രേക്കിന് വലിയ കുഴപ്പമില്ല. ഫ്രണ്ട് ബ്രേക്കാണ്, കാരണം വെച്ചാൽ ഫ്രണ്ട് ബ്രേക്കാണ് ഇപ്പോൾ ഒരുപാട് പേര് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ചിലപ്പോൾ അതായിരിക്കും ബാക്കിൽ തന്നെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തത്. പക്ഷേ അതുപോലെ തന്നെ ബാക്ക് ബ്രേക്കിന് കോൺഫിഡൻസും കുറച്ച് കുറവാണ്. പിന്നെ വണ്ടിയുടെ പവർ നമ്മൾ നോക്കുമ്പോൾ എന്തായിരുന്നാലും നെഗറ്റീവ് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ BS3 വെച്ച് നോക്കുമ്പോഴേക്കും വണ്ടിയുടെ പവർ ഇച്ചിരി ലേശം കുറവാണ്. ഓക്കെ, ലേശം കുറവ്. ഓക്കെ, ഇച്ചിരി ലേശം കുറവാണെന്ന് നമുക്ക് പറയാം. പിന്നെ വണ്ടി ഹീറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. കാരണം വെച്ചാൽ താഴെക്കൂടെയാണ് ബെൻഡ് പൈപ്പ് വരുന്നത്. ഈ താഴെക്കൂടെ ബെൻഡ് പൈപ്പ് വരുമ്പോഴുള്ള അടുത്ത നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഓക്കെ, ഇങ്ങനെ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോഴേക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, അടിതട്ട്. ഓക്കെ, നമ്മളിപ്പോഴായിട്ട് അടി തട്ടിയതേ ഉള്ളൂ. എന്തായാലും അടി തട്ടി നല്ല പഞ്ചറായിട്ടിരിപ്പുണ്ട്. അത് നിങ്ങളൊന്ന് സൂക്ഷിക്കുക. കാരണം വെച്ചാൽ മെയിനായിട്ട് പില്യൺ സീറ്റിൽ ആളെ ഇരുത്തിക്കൊണ്ട് പോകുമ്പോഴാണ് അടി തട്ടുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായിരുന്നാൽ അത് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ആ ഒരു നെഗറ്റീവ് പറയാനുള്ള ഈ രണ്ട് കാര്യമാണ് നെഗറ്റീവ് പറയാനുള്ളത്. പിന്നെ മൈലേജ് എന്തായിരുന്നാലും ഒരുപാട് പേര് പറയുന്നുണ്ട് 20-25 കിട്ടുന്നുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും വണ്ടി ഒന്ന് റിവ്യൂ ചെയ്ത് ഓട്ടിക്കുമ്പോഴേക്കും മൈലേജ് വളരെ ഡൗൺ ആയിട്ട് പോകുന്നുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ വണ്ടി മര്യാദയ്ക്ക് ഓടിച്ചാൽ ഒരു 30-30 ആകുമ്പോൾ മൈലേജ് വരെ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ പില്യൺ സീറ്റിൻ്റെ കംഫർട്ട്, പില്യൺ സീറ്റ് അത്രയ്ക്കും കംഫർട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വളരെ ഡിസ്കംഫർട്ടാണ് പില്യൺ സീറ്റ്. എന്തായിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാമെന്നുള്ളൂ. പക്ഷേ ഫ്രണ്ട് സീറ്റ് വലിയ കുഴപ്പമില്ല. സിംഗിൾ പേഴ്സണൊക്കെ തീർച്ചയായിട്ടും പറ്റുന്നൊരു വണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ ഗൈസ്, നമുക്ക് വേറൊരു നെഗറ്റീവ് പറയാനുള്ള വണ്ടിയുടെ പ്രൈസിംഗ് ആണ്. പ്രൈസ് ടാഗ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൈസ് ടാഗ് നോക്കിക്കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ അടുപ്പിച്ച് വരും. ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അതുപോലെ തന്നെ പാർട്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഒരു വണ്ടിയുടെ വേറെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് തന്നെ പ്രൈസ് ടാഗ് ഞാൻ പറയും 2021 അപ്പോൾ 3 ലക്ഷമായി. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 320 റേഞ്ചൊക്കെ ആയിട്ടുണ്ട്. എന്തായിരുന്നാലും പ്രൈസ് കുറച്ച് 250 മോഡലാണ്. 250 മോഡലിന് തന്നെ പ്രൈസ് ഇത്തിരി ഒരു പ്രശ്നമാണ്. എന്നാലും ബാക്കി വണ്ടി ഓവറോൾ നോക്കുമ്പോൾ വണ്ടി കൊള്ളാം. പക്ഷേ ഈ പ്രൈസ് ടാഗ് മാത്രമാണ് കുഴപ്പം. പാർട്സിന് അതുപോലെ തന്നെ കുറച്ച് കോസ്റ്റ്ലിയും കാര്യങ്ങളാണ്. സർവീസ് 2500 വരെ വരുന്നുണ്ട്. എന്നാലും സർവീസ് നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഒരു 6000 വെച്ചാണ് എന്താ പറയുക നമുക്ക് സർവീസ് വരുന്നത്. വലിയ കുഴപ്പമില്ല, തീരെ മോശമല്ല, എന്നാൽ തീരെ കുറവല്ല. ഒരു മീഡിയം റേഞ്ചിലാണ് സർവീസ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ എന്താ പറയുക വണ്ടിയിൽ പറയുന്ന കുറച്ച് പോരായ്മ കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് പേർക്ക് ഇത് ഉപകാരപ്പെട്ടെ ഞാൻ വിശ്വസിക്കുന്നു. എന്താ പറയുക, എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാം. നമുക്ക് സിംഗിൾ പേഴ്സൺക്ക് റൈഡ് ചെയ്ത് പൊളിച്ച് നടക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. സോ ഗോ ഫോർ ഇറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ഏവർക്കും പീസ് ഔട്ട്.